യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഓരോ പരിവാരങ്ങൾ ഓരോ സ്ഥലത്തായിട്ടുണ്ട്. ആദ്യം ഇരിക്കുന്നു. ശരി, ഞങ്ങൾ പോയി തരാം. ഒരു ബസ്സിൽ കയറി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഏതോ ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് ഇറങ്ങണം. അപ്പം അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പരിവാരങ്ങൾ പിന്നാലെയുണ്ട്. വരണതോ പോകുന്നു. ബസ് ട്രാവൽ ചെയ്ത് ക്ഷീണിച്ചിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. മൈക്കിടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും വെയിൽ താങ്ങാനായിട്ട് കൊണ്ട് തൊട്ടി വാങ്ങിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. മാഡം ഇപ്പോൾ വരുന്നതായിരിക്കും. അതീവ ഗംഭീരമായി എൻട്രി കൊടുത്തുകൊണ്ട് മേഡം കടന്നു വരികയാണ്. വന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഞാനൊരു കട്ട്ലറ്റ് പറഞ്ഞായിരുന്നു, അത് വന്നിട്ടുണ്ട്. ഇനി വാട്ടർമെലൺ ജ്യൂസ് വരണം, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. വാട്ടർമെലൺ ജ്യൂസും വന്നിരിക്കുകയാണ്. കട്ട്ലറ്റ് തിന്ന്, പക്ഷേ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു സുഖമില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിപ്പിന് ശേഷം ചെങ്ങന്നൂർ ബസ് വന്നു. ഞങ്ങൾ അതിലേക്ക് കയറുകയാണ്. ട്രാവലാണെന്നാണ് തോന്നുന്നത്. ഒരു ബസ്സിൽ രണ്ടാമത്തെ ബസ്സിൽ കയറി അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒരുവിധം അവിഞ്ഞിട്ടുണ്ട്, കാരണം നല്ല ചൂടാണ്. പിന്നെ വെയിലും ടാനും ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഫുൾ സ്ലീവ് മറ്റേ സ്വെറ്റിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല രീതിക്ക് സ്വെറ്റ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് സ്വെറ്റിക്ക് ഒരു അർത്ഥം ഉണ്ടായത്. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ. നെക്സ്റ്റ് ഇവിടെ രാധമ്മയ്ക്ക് സാരി ആയതുകൊണ്ട് വലിയ പ്രശ്നം കാണില്ല. എയർ കണ്ടീഷണറാണ് വേണ്ടിരിക്കുന്ന രണ്ട് പിള്ളേർ പാവം. മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഫ്രണ്ടിലൊരു ഗാന്ധിജി നിൽപ്പുണ്ട്. താമരക്കുളം ജംഗ്ഷൻ. ഇത് താമരക്കുളം എക്കോ ഷോപ്പ്. പിന്നെ അന്യം നിന്ന് പോവാത്ത കാത്തിരത്തിന് ശേഷം നമുക്ക് അടുത്ത ബസ് കിട്ടിക്കണം. ലീനാമോൾ പ്രൈവറ്റ് ബസ്. എന്നെ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ഇരിക്കടി. രാധേമ്മ ഏത് കുട്ടനൊക്കെ ഓടിക്കളിക്കാൻ പറ്റില്ല. ലീനാമോളിൽ സഞ്ചരിച്ച് ഞങ്ങൾ എവിടെയും കൊണ്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നട്ടിച്ച വെയിൽ പോലെ നല്ല വെയിലടിക്കുന്നുണ്ട്. പരിവാരങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ. ഇനി ഇങ്ങോട്ടാന്ന് അറിയത്തില്ല കേട്ടോ, നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് ഇവിടെ ഫുള്ള്. പ്രകൃതി രമണീയമായിട്ട് കിടക്കുന്നുണ്ട്. പ്രകൃതി രമണീയാണ്. പുലരി യുവജന കലാസമിതി പുലിക്കുളം. അമ്മേ, ഇനി വല്ല പുലിയെങ്ങാനും ഉറങ്ങുമോ ഇവിടെ? വരൂ, നമുക്ക് കണ്ടറിയാം. ഇനി പുലിക്കുളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. അംഗസംഖ്യ കുറവുള്ള കുടുംബത്തിലുള്ളവരായതുകൊണ്ട് തന്നെ ഇത്ര പേരേ ഉള്ളൂ. ബാക്കി 3 പേര് ആദ്യമേ ബുള്ളറ്റിൽ അങ്ങ് പോയായിരുന്നു. ഞങ്ങൾ അന്വേഷിച്ച് നടന്ന് എത്തിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കുഞ്ഞൊരു വീടാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചേച്ചിയേ, ഇവിടെ ആരും ഇല്ലയോ? സകീർത്തിയോ, സുഭദ്രേ, ഇനി വരൂ സുഭദ്രേ. സുഭദ്രയെ കടന്നു വരികയാണ്. ഇതാണ് നമ്മുടെ നിശ ചേച്ചി, നിമ്മിയുടെ ചേച്ചിയാണ്. നിമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ ത്തിലുണ്ടായിരുന്ന 3 പേർ ഇതാ എത്തിയിരിക്കുകയാണ്. ആദ്യമേ എത്തിയെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവർ മലനട അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രതിഷ്ഠയൊക്കെ കണ്ടിട്ട് വരികയാണ്. ഇതാണ് നിമ്മയുടെ തൊട്ടുമൂത്ത ചേച്ചി, തലമൂത്തത് നീതു ചേച്ചി. കൂടുതൽ കൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് തന്നെ ഷർട്ടും ജീൻസൊക്കെ മാറ്റിയത് ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഒരു മേക്ക് ഓവർ ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു വീട്ടിലെ കോലം കൊത്തുവിളക്കായിട്ടുണ്ട്. ശരിയല്ല, ഇനി ബാക്കിയുള്ള വ്ലോഗ് ഈ കോലത്തിലായിരിക്കും. ചെന്തിൻ്റെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്ത്
ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വിളി വന്നത് അകത്തുനിന്ന്. എന്നാൽ ശരി, ഇനി അതിലേക്ക് കിടക്കാം. അടുത്ത ആ ഒരു കടമ്പയാണ്. ഡയറ്റിലാണ്. എനിക്ക് തടി കുറയ്ക്കണം, എനിക്ക് വയറ് കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വ്യക്തി ഫുഡെന്ന് കേട്ടാൽ അപ്പം അവിടെ ഓൺ ദ സ്പോട്ടിൽ ഫസ്റ്റ് ഹാജരാകും. എൻ്റെ 4 ഇലയും ചോറും കറിയൊക്കെ എടുത്ത് വെച്ച് നിരത്തിയിരിക്കുന്നു. കോവയ്ക്ക, മെഴുക്കുവരട്ടി, അവിയല്, ഇതിലിപ്പോ ഞാൻ ചോറ് എവിടെ ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നിങ്ങൾ ഇട്, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഞാൻ ഒരുപാടൊന്നും കഴിക്കത്തൊന്നുമില്ല. ഓക്കെ ഓക്കെ, മതി 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 മതി. ചോറ്, ഇനി എന്താ, ഇനി മോര് കറിയുണ്ട്. അടുത്ത് മീൻകറിയാണ്. ചോറും അവിയലും കൂടെ കൂട്ടി പിടിപിടിക്കണം. നല്ല ടേസ്റ്റായിട്ട് നല്ല അവിയല, നല്ല അടിപൊളി അവിയല. അവിയൽ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞത് വെജിറ്റബിൾ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അവിയൽ. പിന്നെ സാമ്പാർ. ഞാൻ അടുത്ത് മോര് കറി കഴിക്കുന്നുണ്ട്. മതി 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 മതി, ആ പിള്ളേർക്ക് കൊടുക്കും. പരിവാരങ്ങളൊക്കെ വീട്ടിൽ ചോറ് കഴിക്കുകയാണ്. പപ്പടം കിട്ടിയത്, പപ്പടം വീട്ടിൽ കളിയില്ല. അപ്പോഴല്ലാതെ എന്ത് ചോറും. ഞാൻ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു, കൈ കഴുകുകയാണ് ഗൈസ്. ഇന്ന് മരവിച്ച് ഓരോന്നോരോ സൈഡിലായി. ഈ പറയുന്ന ഞാനും അമ്മ കാരണം അതിഞ്ഞിട്ട് അകത്തിരിക്കാൻ വയ്യാതെല്ലാം ഫാനൊക്കെ ഓണാക്കി വെളി വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കുടുംബവിശേഷങ്ങൾ പ്രതിദിന സെക്ഷനിലേക്ക് കടക്കുന്നതായിരിക്കും. ഒരാളിവിടെ അതിപരമായി സൈക്കിളിൻ്റെ ചെയിനൊക്കെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം അതുകൊണ്ട് ഇനി ആ റോഡിലിറങ്ങി നട്ടാണ വെയിലത്ത് ചവിട്ടി പിടിക്കാൻ. അതിശക്തമേറിയ വാശിയേറിയ കാർ റേസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ കാർ റേസിംഗിൽ പങ്കുചേരാവുന്നതാണ്. വല്യച്ഛനും മക്കളും കൊച്ചച്ഛനും മക്കളും കൂടെയൊക്കെ ചേർന്നാണ് ഇവിടെ ഇപ്പോൾ കാർ റേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൂട് ദിവസങ്ങളിലിറങ്ങിയത് ടാനൊക്കെ അടിച്ച് ഇപ്പോൾ ഏറെക്കുറെ 4 മണിയൊക്കെ ആയി. പിന്നെ പതിവാണല്ലേ മലയാളികളുടെ ചായ, പക്കാവട, ഡ്യൂപ്ലിക്കേറ്റ് കുറുക്കുറി. ഇവിടുത്തെ പുരുഷ ജനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ചായ കുടിച്ചതിന്റെ ക്ഷീണവും ഇത്ര നേരം ചൂടെടുത്ത് അവിഞ്ഞതിന്റെ ക്ഷീണവും മാറ്റാനായിട്ട് ഇവിടെ അടുത്ത് എവിടെ എന്തോ പുഞ്ചയോ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോവാണ്. ഓക്കെ, പരിവാരങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുരുകേശൻ. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ നൈറ്റ് ഇട്ട് ആന്റിമാരുടെ പോയിട്ട് വരും. ഇതൊക്കെ ഗുദാം ഓടിച്ച വഴിയിൽ കൂടെ ഒക്കെ പോവുക. അതിൻ്റെ സൈഡിൽ ഞാനൊരു പൂച്ചക്കുട്ടിയെ കണ്ടു. എനിക്കതിനെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് എന്നെ കാണാൻ. ഇടിച്ചുണ്ടേരി നോക്കുന്ന പോലും ഇല്ല. അഹങ്കാരം പിടിച്ചാന്ന് തോന്നുന്നു. ഡേ
സാറ് വേറെ ഏതോ ലോകത്താ. ഹായ്. നല്ല ഭംഗിയുള്ള ഏതോ പൂവൊക്കെ പൂത്തു. ഇത് മറ്റേ കുളവാഴയാണ്. സാധനം ആക്ച്വലി കാണാനുള്ള ഭംഗിയേ ഉള്ളൂ, അല്ലാതെയൊക്കെ ഹാംഫുള്ളാണ്. പണ്ടെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് കണ്ടൊക്കെ കൊണ്ടുവന്ന് മറ്റേ ഈ കന്നാസ് മുറിച്ചിട്ട് അതിനകത്ത് കുറേ നട്ടുവളത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെ നെത്തോലിയും കുഞ്ഞു മത്തിയൊക്കെയാണ് ഇതിനകത്ത് കിടന്ന് തുള്ളുന്നത്. ആ, ഗപ്പി, സാരിയങ്കാലി എല്ലാം ഉണ്ട്. അനു ചേട്ടനും അനിയനും ചേച്ചിമാരും കൂടെയൊക്കെ നീന്താൻ പഠിക്കുന്ന രംഗങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും എനിക്കില്ല. കസിൻസിൻ്റെ കൂടെ നല്ല നിമിഷങ്ങൾ ചെലവഴിച്ച ഓർമ്മയൊന്നും എനിക്കില്ല. സ്വന്തം അനിയത്തിയുടെ കൂടെ പോലും ഞാൻ മാരേജ് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇവരൊക്കെ ലക്കിയാണ് കേട്ടോ ശരിക്കും. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ ഇവര്. ഇവിടെ ഓരും ചോരും ഒക്കെ ആയതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. അതിഗംഭീരമായ പ്ലാനിങ് ആണ് നടക്കുന്നത്. ട്രിപ്പ് അടിക്കണോ, അപ്പുറത്തെ വീട്ടിലെ കാർ എടുക്കണോ, എന്താണ് ചെയ്യേണ്ടത് അറിയാം. പ്ലാനിങ് ആണ് ഇവിടെ. പ്രത്യേക അറിയിപ്പ്, മൂത്തേമ്മയുടെ വക പ്രത്യേക അറിയിപ്പ്. ഈ വെള്ളത്തിൽ കുളിച്ച ആരെയും അതെ ചെറിയമ്മ രണ്ടും പരുന്നുകൾ ട്രൂ ലവ്. ഇത് ഏത് പരുന്താണെന്ന് അറിയത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് പരുന്താണ്. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പരുന്തിനെ തിരക്കി ഒറിജിനൽ പരുന്തുകൾ വന്ന് വട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പരുന്തിന്റെ കൺട്രോളർ ഇവിടെയാണ്. അതൊന്ന് ചുറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ രതീഷ് ചേട്ടൻ. കണ്ണിമതൻ കാമനുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ. വന്നതും നിന്നതും പോയതും എല്ലാം കണക്കന്നല്ലേ ഈശ്വര. ഒരു പിരി പോയതും അരപ്പിരി പോയതും മുക്കാപ്പിരി പോയതും ഒക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാർ. കൂട്ടത്തിനെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് കേട്ടോ വളരെ മനോഹരമായി മറ്റൊരു കാഴ്ച ഞാൻ ഇവിടെ കണ്ടത്. അത് മൊത്തം താറാവോ കേട്ടോ ഒഴുകി പോകുന്നേ. ഞാൻ വിചാരിച്ചു മറ്റേ ഈ കുളവാഴയുടെ എന്താണ്ട് പോകുന്നതാണ്. നോക്കിയപ്പോ ഫുള്ള് താറാവാണ്. അന്റാർട്ടിക് കാട്ടുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം താറാവ് കൂട്ടങ്ങളാണ് ഇതൊക്കെ. പക്ഷെ കുറച്ചും കൂടി ഈ സൂര്യനൊന്ന് അസ്തമിച്ചിരുന്നെങ്കിൽ ആ ഒരു ചുമന്ന കളർ ഇങ്ങനെ ആ വെള്ളത്തിലും ആകാശത്തിലും ഒക്കെ പടർന്ന് കിടന്ന് ഒരു ഭംഗി ഉണ്ടായേനെ. ഇതിപ്പോ ഒരുമാതിരി മോന്തയ്ക്കാൻ അടിക്കുന്ന വെയില്. അടുത്ത് നമ്മളൊരു റീൽസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ റീൽ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. റീൽ എടുത്തോണ്ടപ്പോൾ രണ്ട് മാമന്മാർ വന്നിട്ട് ചെറുതായിട്ട് ഞങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്തായിരുന്നു. ഞങ്ങൾ ആ പുള്ളീനെ കൂടെ ഉൾപ്പെടുത്താവോ എന്നൊക്കെ ചോദിച്ചു. ഉൾപ്പെടുത്താത്തതിന്റെ വാശിക്കാൻ തന്നു. പുള്ളിയുടെ ഫോണിൽ ഞങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വിട്ടത്. എനിക്ക് ഫസ്റ്റിൽ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞു. അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. സ്ഥലത്തെ കുത്തിമറിച്ചിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുത്ത സ്ഥലത്ത് പോകാനുള്ള വെപ്രാളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റി എടുക്കുന്നു, ഡ്രസ്സ് മാറുന്നു, പിള്ളേർ സെറ്റിനെ എല്ലാം കാറിൽ കയറ്റി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങണം. കാരണം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കവറിനകത്ത്. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. മുന്നേ വന്ന പരിപാടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ
ഏതോ ഒരു കാട്ടുപാതയിലൂടെയാണ് നമ്മൾ ഇനി പോകേണ്ടത്. ആനയടിയിൽ എന്നാണ് ഇതിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഒരു 4 ചുറ്റും കെട്ടി വെച്ചേക്കുന്ന ഒരു കുളമാണ് ഗൈസ്. ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി. അതെ, മലകൾ താണ്ടി, കുന്നു താണ്ടി, വഴികൾ താണ്ടി, എന്തേതോ താണ്ടി താണ്ടി പോണം. വ്ളോഗേഴ്സിനെ കൊണ്ട് ഇവിടെ കാലിൽ തന്നെ നടക്കാം. ഈശ്വര, എനിക്ക് ഈ വഴി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അതെ അതെ, ചെരുപ്പില്ലാതെ വന്നാൽ അങ്ങനെ ഒരു എത്തത്തില്ല, പകുതി വഴിക്ക് നിൽക്കേണ്ടി വരും. ഒരു വെള്ള സുന്ദരി ഒരു പട്ടിക്കുട്ടി ഇവിടെ നിൽക്കുന്നു. അങ്ങോട്ട് കയറി ചെല്ലാമെങ്കിൽ അതുപോലെ നല്ല കടിയും കിട്ടും. ഒക്കെ നമ്മളിപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഹായ്. ക്രോപ്സ് നനയ്ക്കാൻ വയ്യ. ഇതാണ് നമ്മൾ കുളിക്കാൻ വന്ന സ്ഥലം. എവിടെ ആരുടെയൊക്കെ കുളിസീനാണ് ഗൈസ് ഞാൻ ഇപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എന്താ കരക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വെട്ടം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും വെള്ളത്തിൽ വീണ കോഴിയെല്ലാം നനഞ്ഞ് കുളിച്ചൊരു പരുവായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. നല്ല വൈബായിരുന്നു കേട്ടോ. സത്യമായിട്ട് എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മകളിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഭയങ്കര നൊക്ലാജിയായിരുന്നു. റൈഡർ റൈഡർ കുതിര, ഞങ്ങളുടെ പടക്കുതിര. അങ്ങനെ ഞങ്ങളുടെ കുളിയും തന്നെ ജപമൊക്കെ കഴിഞ്ഞു. വെള്ളത്തിൽ നിന്നൊക്കെ മുകളിൽ കയറി ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ വണ്ടിയിൽ പോകാനും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആരും കാറിൽ കയറുന്നില്ല, എല്ലാവർക്കും ടൂ വീലറിൽ തന്നെ വരണം എന്നൊക്കെ ഉള്ള ഇതിലാണ്. എനിവേ ഒരു ഒത്തുതീർപ്പായി ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ 3 പേരാണ് വണ്ടിയിൽ. ഞങ്ങളുടെ പടക്കുതിര വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. സഞ്ജന, പിറകിൽ താര, ഞങ്ങളുടെ എക്സ്പ്രഷൻ ക്വീൻ, പിന്നെ പിറകിൽ ഞാനും ഉണ്ട്. ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പം ശരി, ഇനി ബാക്കി അതെ, ഞങ്ങൾ 3 പേര് നൈറ്റിയിലാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, രൂപം വെച്ചൊക്കെ വീഡിയോ പിടിക്കുന്നതാണ്. രാത്രിയിലെ ചോറൂണ് പരിപാടി കൊണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് കഴിഞ്ഞ് ഉറങ്ങാൻ പോവുകയാണ്. അടുത്ത ഉറക്കൽ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നതാണ്.